ഇപ്പോൾ കുറേ പേര് പേഷ്യൻസ് ആയിട്ട് വരുന്നവരുണ്ടാവും, കുറേ ആളുകൾ ഡോക്ടേഴ്സിനോട് ചോദിക്കുന്നതുണ്ടാവും. ഇതിൽ കേട്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബിഗ്ഗസ്റ്റ് മിത്ത് ഈ അലർജിയെ പറ്റി എപ്പോഴും കേൾക്കുന്ന പറഞ്ഞു കേട്ടിട്ടുള്ള സംഗതി എന്താ? ട്രീറ്റ്മെന്റ് എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. IG ടെസ്റ്റ് ചെയ്ത് അലർജി കണ്ടുപിടിക്കാം. അതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ ഏറ്റവും വലിയ മിത്തായിട്ട് എനിക്ക് തോന്നുന്നത്. ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യുന്നതും മിസ്യൂസ് ചെയ്യുന്നതും IG ടെസ്റ്റ് തന്നെയാണ്. IG ടെസ്റ്റ് ചെയ്താൽ എല്ലാം കണ്ടുപിടിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ മിത്ത്. പിന്നെ കണ്ടിട്ടുള്ള മിത്ത് ഈ ഇൻഹേലേഴ്സ് ഉപയോഗിച്ച് അഡിക്ഷൻ വരും എന്ന് പറയുന്നത്. ഇൻഹേലേഴ്സ് ഉപയോഗിച്ച് അഡിക്ഷൻ വരുന്നതല്ല. ഇൻഹേലേഴ്സ് പ്രോപ്പർ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 80% ആൾക്ക് മേ ബി വി ഹാവ് ട്രീറ്റഡ് മോർ ദാൻ 2,000-2,500 ആസ്മ പേഷ്യൻസ് ലാസ്റ്റ് 1 ഇയറിൽ മാത്രം. നല്ലൊരു 80% ആൾക്കാർക്ക് നമുക്ക് ഇൻഹേലേഴ്സ് 3 months 4 months കഴിഞ്ഞപ്പോൾ നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ആൾക്കാർക്ക് അത് നിർത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് അഡിക്ഷൻ ഒന്നും ഉണ്ടാക്കില്ല. ദാറ്റ് ഇസ് അബ്സല്യൂട്ട്ലി അനദർ മിസ്കൺസെപ്ഷൻ. അല്ലെങ്കിൽ ഇൻഹേലേഴ്സ് നേസൽ സ്പ്രേ ഒക്കെ കാടും നല്ലത് ഗുളികകളാണ് എന്നുള്ളൊരു ചിന്ത. പക്ഷേ ഗുളികകളാണ് ശരീരത്തിൽ പോയിട്ട് എല്ലാ അവയവങ്ങളിലേക്കും അത് പോകും, ആവശ്യമുള്ള അവയവങ്ങളിലേക്കും പോകും. ഇപ്പോൾ നിങ്ങൾക്ക് ലങ്സിൽ മാത്രമേ പ്രശ്നമുള്ളൂന്നുണ്ടെങ്കിൽ ഗുളിക കഴിച്ചാൽ ഗുളികയുടെ എഫക്റ്റ് എല്ലാ അവയവത്തിലും ഉണ്ടാവും. അപ്പോൾ അതാണ് വേറൊരു മിസ്കൺസെപ്ഷൻ, ഗുളികയാണ് ബെറ്റർ എന്നുള്ളത്. ഡെഫിനറ്റ്ലി നോട്ട്, ഗുളികയല്ല ബെറ്റർ. പിന്നെ ലൈഫ് ലോങ് മോണ്ടിലൂക്കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ബെറ്റർ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളതിൽ മിത്സ് എന്ന് പറയുന്നത്. പക്ഷേ IG ആണ് അതിലെ ഹീറോ. ഇന്നത്തെ ഹീറോ ആരാന്ന് ചോദിച്ചാൽ IG ആണ് എന്ന് പറഞ്ഞ പോലെ ആ മിത്തിലും ഹീറോ IG തന്നെയാണ്.